കളിക്കൂട്ടുകാർ കളിപ്പാട്ടങ്ങളും കഥാപുസ്തകങ്ങളും കയ്യിലെഴുതിയിരുന്ന ബാല്യത്തിൽ ഗംഗാ ശശിധരൻ തിരഞ്ഞെടുത്തത് വയലിനായിരുന്നു. അതുല്യമായ സംഗീത പ്രഭയിലൂടെ മലയാളി സംഗീത ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ ഈ കൊച്ചുമിടുക്കിയുടെ സംഗീതയാത്ര വിസ്മയകരമാണ്. 4 വയസ്സിൽ ആദ്യമായി വയലിൻ കയ്യിലൊതുക്കിയ നിമിഷം മുതൽ തന്നെ ഗംഗ അസാധാരണമായ കഴിവിന്റെ സൂചനകൾ പ്രകടിപ്പിച്ചു. ഗുരുവായൂരിൽ ജനിച്ചു വളർന്ന ഗംഗയുടെ സംഗീത ലോകത്തിലേക്കുള്ള ആദ്യ പ്രചോദനം അമ്മ കൃഷ്ണവേണിയിൽ നിന്നായിരുന്നു. തുടർന്ന് വിവിധ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ വയലിൻ മികവ് മെച്ചപ്പെടുത്തിയ ഗംഗ ചെറുപ്പത്തിലെ തന്നെ വേദികളിൽ ശ്രദ്ധേയമായി. വയലിനോടുള്ള അർപ്പണബോധവും അഭ്യാസത്തിലെ കഠിനാനുഷ്ഠാനവും ദൈവാനുഗ്രഹവും ഒത്തുചേർന്നപ്പോൾ ഗംഗ നിരവധി നാഴികക്കല്ലുകൾ പിന്നിട്ടു. സാങ്കേതിക കൃത്യത, ഭാവസമ്പത്ത്, സ്വരശുദ്ധി എന്നിവയിലൂടെ ക്ലാസിക്കൽ സംഗീത രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയായി നമ്മുടെ ഗംഗക്കുട്ടി വളർന്നു. കേരളത്തിനകത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി കൂടാതെ വിദേശ രാജ്യങ്ങളിലുമായി 2 വർഷത്തിനിടെ 500-ൽ പരം വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച് ഗംഗാ തരംഗം തന്നെ സൃഷ്ടിക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് സാധിച്ചു. 2024-ലെ ശതനാരായണ പുരസ്കാരവും 2025-ലെ മാന്നാർ തൃക്കുറുട്ടി രാമായണ മേള പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾക്ക് പുറമെ സംഗീതത്തിനുള്ള ഷൺമുഖാനന്ദ ഭാരതരത്ന ഡോക്ടർ MS സുബലക്ഷ്മി ഫെലോഷിപ്പിനും ഗംഗ അർഹയായി. വയലിനിൽ ഈ ബഹുമതി നേടുന്ന ഇന്ത്യയിലെ ആദ്യ വ്യക്തിയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും എന്ന നേട്ടവും അവക്കാണ്. സംഗീതം മാത്രമല്ല, വയലിനോടൊപ്പം മറ്റൊരു സ്വപ്നവും ഗംഗയുടെ മനസ്സിൽ തിരിയുന്നു: ഒരു പൈലറ്റ് ആകുക എന്ന ലക്ഷ്യം. അച്ഛൻ ശശിധരനും അമ്മ കൃഷ്ണവേണിയും സഹോദരൻ മഹേശ്വരും ചേർന്ന കുടുംബത്തിന്റെ സ്നേഹ പിന്തുണയാണ് ഈ സംഗീതയാത്രയുടെ ശക്തി. ശ്രീ അയ്യങ്കോവിക്കൽ മഹാദേവന്റെ പവിത്ര സന്നിധിയിൽ വയലിനിലൂടെ മാന്ത്രിക വിസ്മയം തീർക്കാനായി എത്തിയ നമ്മുടെ പ്രിയങ്കരിയായ ഗംഗാകുട്ടിക്ക് മഹാദേവന്റെ നാമത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരിയായ ഗംഗയെ സ്വീകരിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീ കോട്ടയം രമേശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അയ്യങ്കോവിക്കൽ ദിവസത്തിന്റെ സ്വീകരണം നൽകുന്നതിനായി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരടങ്ങുന്ന ഭരണസമിതിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഗംഗയെ സ്വീകരിക്കുന്നതിനായി 1909 കേരള വിശ്വകർമ്മ വനിതാ സമാജം ഭാരവാഹികളായ ഉഷാ തങ്കമണി, ജ്യോതി ജിത്തു, അനിത മോഹൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഗംഗയെ നമ്മുടെ നാട്ടിലേക്ക് സ്വീകരിക്കുന്നതിനായി 1339 നമ്പർ മേരിക്കാട് ആറമാനൂർ SNDP വനിതാ സംഘം ഭാരവാഹികളായ ജിഷ ഹരീഷ്, സുഷമ പുരുഷോത്തമൻ, സിന്ധു സജീവ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗംഗയെ ഒരിക്കൽ കൂടി സ്വീകരിക്കുന്നതിനായി 2169 നമ്പർ NSS വനിതാ സമാജം നീർക്കാടിന്റെ ഭാരവാഹികളായ ഗീത ഉണ്ണികൃഷ്ണൻ, സിന്ധു ഉണ്ണികൃഷ്ണൻ, രാധാ ഉണ്ണികൃഷ്ണൻ, മാലിക്കുരുത്തൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.